ഹലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാർക്കോ മൂവി ഇറങ്ങി, നമ്മളെല്ലാവരും പോയി കണ്ടു. നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നമ്മുടെ ഫ്രണ്ടൊക്കെ കൂടി പോയി കണ്ടതാണ്. അപ്പോൾ പടം ഈ പറഞ്ഞ പോലെ തന്നെ 18+ ആണ്. എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഗർഭിണികളും കുട്ടികളും ഒരിക്കലും ഈ പടം കാണരുത്. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട് നിങ്ങൾക്ക് പിള്ളേർക്ക് പോപ്കോണൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇറക്കി കൊണ്ടുപോകണമെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരിക്കലും ഗർഭിണികളെ എസ്പെഷ്യലി കാണരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റ് ഹാഫ് കണ്ടാലും കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ഒരിക്കലും കാണരുത്. പിന്നെ അത്ര മനധൈര്യം ഉണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നിയത്, എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അതൊരിക്കലും ഗർഭിണികൾ കാണരുത്. ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കുറേ സീനുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരു സിനിമയാണ്. ഫസ്റ്റ് ഹാഫ് അത്രയ്ക്കൊന്നും നമുക്ക് തോന്നുന്നില്ല, ഒരു ക്ലൈമാക്സോട് തുടങ്ങിയിട്ട് തന്നെയാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ. പിന്നെ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈറ്റിംഗ് ടോണാണ്. കുറേ സ്ഥലത്ത് തോന്നിയ പോലത്തെ കുറേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, പച്ച, ചുമപ്പ, മഞ്ഞ, എന്തിനാണെന്നറിയില്ല. പിന്നെ മൊത്തത്തിൽ ഇവരിടുന്ന കോസ്റ്റ്യൂം മുഴുവൻ ബ്ലാക്ക് ഡ്രസ്സാണ്. അത് എന്തിനാണെന്നും അറിയില്ല. ഇത് ഫുള്ള് ബ്ലാക്ക് ഇട്ടിട്ട് ഇവർ ഏത് പടത്തിനെയാണ്, ജോൺ വിക്കിനെയാണോ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമറാണോ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് പടം ഓവറോൾ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഈ കാണിച്ച ഹൈപ്പോ, ഈ കാണാൻ ആഗ്രഹിച്ച ഹൈപ്പോ ഒന്നും നമുക്ക് ഫൈറ്റിലോ കാര്യങ്ങളിലോ കിട്ടിയിട്ടില്ല. കുറേ പോർഷനിൽ നമുക്കത് ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മളത് പറയുന്നില്ല. കുറേ പോർഷനിലൊക്കെ നമുക്ക് വാവ് ആ ഫൈറ്റ് സൂപ്പറായിട്ടുണ്ട്, ആ ഒരു കാണിച്ചതൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഓവറോൾ ഒരു ഫൈറ്റൊക്കെ എടുത്ത് നോക്കുമ്പോഴും, ഓവറോൾ കഥ എടുത്ത് നോക്കുമ്പോഴും ഒരു ആവറേജ് ഓക്കെ എന്ന് പറയാന്നുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. അല്ലാണ്ട് വാവ് നമുക്കൊരു ജസ്റ്റ് ഒരു ഓക്കെ അത്രയ്ക്കൊക്കെ തോന്നിയുള്ളൂ. നമുക്കല്ലാണ്ട് വലിയ ഹൈപ്പ് എടുത്ത പോലെ. പക്ഷെ ഒരു കാര്യം പറയാലോ, മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വേ ഓഫ് മേക്കിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വേ ഓഫ് ഫൈറ്റോ അങ്ങനത്തെ ഒന്നും അധികം കണ്ടിട്ടില്ല. ഇത്രയും ബ്രൂട്ടലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ RDX ചില ഫൈറ്റുകളൊക്കെ, നമ്മുടെ ആ ക്ടാവിൻ്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിക്കണത്, അല്ലെങ്കിൽ വീട്ടിൽ കയറി തല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് ഫീൽ ഉണ്ടല്ലോ, ഇത് അതിനേക്കാളും ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പക്ഷേ കുറച്ചും കൂടിയൊക്കെ നന്നാക്കായിരുന്നു ഫൈറ്റിലാണെങ്കിലും. അതായത് പണ്ടത്തെ ഫൈറ്റ് പോലെ തന്നെയാണ് എനിക്ക് കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്തത്. 50 ആൾക്കാർ വരുമ്പോൾ നായകനും 2 പേരും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ആൾക്കാർ മുഴുവൻ അവിടെ ചുറ്റും നിന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അത് നമ്മുടെ ഈ പറയുന്ന കൊറിയോഗ്രാഫർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അതായത് ഫൈറ്റ് മാസ്റ്റർ കുറച്ചും കൂടി ശ്രദ്ധിക്കണമായിരുന്നു ആ ആംഗിളുകളും കാര്യങ്ങളും. അങ്ങനെ അത് കവറാവാതെ 1 by 1 ഇങ്ങനെ ചെറപ്പറാന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഇതടിക്കില്ലായിരുന്നു. അതുപോലെ തന്നെ ഉണ്ണിമുകുന്ദനെ അത് സ്പോയിലർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് എന്താ പറയുക, തനി ക്ലീഷേ പോലത്തെ ഉള്ള സാധനങ്ങൾ നമുക്കറിയാം ഇവിടെ ഇപ്പം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. പണ്ടത്തെ പോലെ തന്നെ നമ്മൾ ചട്ടമ്പിനാടിലും ബാക്കിയുള്ള പടങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ ഇവിടെ ഇൻ്റെ ആള് അവിടെ ഇരിക്കട്ടെ, നമുക്ക് അവസാനം എടുക്കാം എന്നൊക്കെ ഉള്ളൊരു വേ ഓഫ് പരിപാടികളാണ് നടക്കുന്നത്. ഓവറോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് യൂത്തിന് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. കാരണം ചില ഫൈറ്റ് സീനുകളും ചെയ്തേക്കണ ഫൈറ്റുകളൊക്കെ വളരെ സൂപ്പറായിട്ടുണ്ട്. നമ്മൾക്ക് വളരെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് കുറേ ഭാഗങ്ങളിലും കുറേ കാര്യങ്ങളിലാണെങ്കിലും ഈ പറയുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതായത് കുറേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഫൈറ്റേഴ്സ്, അവർ വന്ന് ഇടിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇടിക്കാൻ എന്നുള്ളൊരു വേ ഓഫ് മൈൻഡിൽ നിൽക്കുന്ന പണ്ടത്തെ പോലത്തെ ഫൈറ്റൊക്കെ കുറേ സ്ഥലത്ത് ഫീൽ ചെയ്തു. എന്തായാലും ഓവറോൾ പക്ഷേ എനിക്ക് ആ കൂടി പറയാനുള്ളൊരു കാര്യമുള്ളൂ, യൂത്തന്മാർ പോയി കാണണമെന്നോ ബാക്കി പിള്ളേർ സെറ്റ് കാണണമെന്നൊന്നും ഞാനധികം പറയുന്നില്ല. കാരണം നമ്മൾ എല്ലാ തരത്തിലുള്ള മൂവീസും ഫൈറ്റുകളൊക്കെ ഇപ്പോൾ വളരെയധികം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ എന്താ പറയുക, ഈവൺ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ പണ്ട് ഇംഗ്ലീഷിലാണ് അത്ര ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റുകൾ കണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫിലിംസിലും ഒരുപാട് എണ്ണത്തിലും അങ്ങനത്തെ ബ്രൂട്ടലായിട്ടുള്ള
ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര സ്പെഷ്യൽ സാധനം എന്നൊന്നും പറയാനില്ല. 2-3 സീനിൽ വരുന്ന ഒരു ഇതാണ്. മറ്റേ ബാക്കി ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഒന്നും മനസ്സിലായില്ല കേട്ടാ. മേ ബി എനിക്ക് ലൈറ്റിൻ്റെ എന്തെങ്കിലും ഇതായിട്ടാണോ, കാരണം ഒരു സ്ഥലത്ത് പച്ച കത്തുന്നു, ഒരു സ്ഥലത്ത് മഞ്ഞ കത്തുന്നു, അതിൻ്റെ ഇടയിൽ കുറേ ചേഞ്ചസ് ഉണ്ടാവുന്നു. ഒരു ഫൈറ്റ് പ്രോപ്പറായിട്ട് കാണുമ്പോൾ അവിടെ ആ വെട്ടണതും കുത്തണതും നമുക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റണ്ടേ. ഇങ്ങനെയാണ് കുത്തിയേ, ഇവിടെയാണ് കുത്തിയേ, ഇവിടെയാണ് വെട്ടിയേ എന്നുള്ള കുറച്ച് സാധനങ്ങൾ കാണുമ്പോഴല്ലേ നമുക്ക് ആ ഒരു ഫീല് കിട്ടുള്ളൂ. അവിടെയാണല്ലോ വെട്ടിയേ എന്നുള്ളത്. ഇത് കുറേ പേര് മരിച്ചു വീഴുന്നുണ്ട്. അത് എന്തിനാ എങ്ങനെയാണെന്നൊന്നും, ഇവിടെ വെട്ടിയിട്ടാണ് ഇങ്ങനെ വെട്ടിയിട്ടാണെന്നൊന്നും ആ ക്യാമറമാൻ മേ ബി ഓടിയെത്താണ്ടാണോ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തപ്പോൾ സംഭവിച്ചതാണോ, അല്ലെങ്കിൽ ആ മോഷൻ ക്യാമറയിൽ സംഭവിച്ചതാണോ, ഐ ഡോണ്ട് നോ. എനിക്ക് അത്രയ്ക്കും ക്യാമറേനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആംഗിളിനെ പറ്റിയിട്ടോ എനിക്ക് അറിയാത്ത കാരണമായിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് പ്രതീക്ഷ വെച്ചൊന്നും പോകണ്ട. ജസ്റ്റ് ഓക്കെ എന്നുള്ളൊരു ബേസിൽ ജസ്റ്റ് ഓക്കെ ഒന്ന് പോയി വേണമെങ്കിൽ കാണാം എന്നുള്ളൊരു ബേസിൽ കാണാം, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ കുറേ പേര് പറയുന്നു KGF വേറെ, അത്രയ്ക്കൊന്നുമില്ല കേട്ടോ. KGF ഫസ്റ്റ് വെച്ചിട്ടാട്ടോ ഞാൻ പറയണേ, സെക്കൻഡ് അല്ല, ഫസ്റ്റ് വെച്ചിട്ട് ഞാൻ പറയുന്നു. അങ്ങനെയൊന്നും നോക്കുമ്പോൾ അത്രയ്ക്കൊന്നുമില്ല. ജസ്റ്റ് ഓക്കെ വെറുതെ ഒരു ക്രിസ്മസ് അല്ലേ, വൈബല്ലേ എന്നുള്ളൊരു ബേസിൽ ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ പറയുക. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.